Hello guys. Welcome to our channel. അപ്പോൾ ഇന്നൊരു ന്യൂ വ്ളോഗാണ്. ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം വരെ പോയതാണ്. സ്റ്റാർട്ടിംഗ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അന്ന് ഭയങ്കര മഴയായിരുന്നു. എന്തൊക്കെയോ മഴ മാത്രമല്ല, എനിക്ക് കുറച്ച് വെയിറ്റ് കൂടി. ഇടയ്ക്ക് വെയിറ്റ് കൂടിയിട്ട് പെട്ടെന്ന് ചുമ്മാ അതൊരു ഡൗട്ട് തോന്നിയിട്ട് നോക്കിയപ്പം മനുഷ്യന്മാരെ ഞെട്ടിപ്പോകുന്ന വെയിറ്റ് ആയിരുന്നു. അന്ന് തന്നെ ആ സെയിം ഡേയിൽ തന്നെ BP കുറേ ജാസ്തിയായിപ്പോയി. മോളെ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ സത്യത്തിൽ എനിക്ക് BP പ്രോബ്ലം ഉണ്ട്. പക്ഷേ അത് ഞാൻ കുറച്ച് അലസത കാണിച്ചതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ബൂസ്റ്റപ്പ് ആയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേടിയും ഭയവും മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ആ യാത്ര സത്യം പറഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്ത് വന്ദേ ഭാരതി കയറുക എന്ന് പറയുന്ന ഒരു വലിയ എന്തോ ഒരു സംഭവം പോലെയായിരുന്നു എനിക്ക്. പിള്ളേർക്ക് അത്ര ഇതല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഞങ്ങൾ എപ്പോഴും പോകണമെന്നെങ്കിൽ പത്തനംതിട്ട വരെ പോകുള്ളൂ. അപ്പൊ തിരുവല്ലയില് വന്ദേ ഭാരത് ഇല്ല, ചെങ്ങന്നൂർ വരെ. അപ്പൊ ചെങ്ങന്നൂർ വരെ ചെന്നിറങ്ങാതെ ഞങ്ങൾ തിരുവല്ല ഇറങ്ങാറ്. അപ്പൊ വന്ദേ ഭാരത് കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ട്രിവാൻഡ്രം പോകുമ്പോൾ മാത്രമേ ലോങ് ഒരു ട്രാവൽ പോകുമ്പോൾ മാത്രമേ വന്ദേ ഭാരത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഏതായാലും ട്രിവാൻഡ്രം പോകാനുള്ളൂ, വന്ദേ ഭാരത് ഈ വട്ടം എടുക്കാം, അതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നൊക്കെ ഓർത്തു. പിന്നെ ക്യാഷും കൂടിയാ കേട്ടോ, അതിന്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഞങ്ങൾ ഇച്ചിരി റേറ്റ് കുറഞ്ഞിലൊക്കെ കയറി പോകുന്ന ആൾക്കാരാണ്. അല്ല, ആക്ച്വലി കംഫർട്ട് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയ. ഫുഡ് അല്ലാണ്ട് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. വലിയ AC ഉണ്ടെന്നില്ല. നമ്മൾ AC എടുത്താലും സെയിം 500 ആ ഒരു റേഞ്ച് 600 രൂപ ആയിരിക്കും വരിക. ഇതെന്ന് പറയുമ്പോൾ 1500 രൂപ എന്തോ ആണ് വന്നത് പെർ ഒരാൾക്ക്. എന്തോ അത്ര വന്നു. ആ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്കും ഫുഡിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അന്ന് നമുക്കപ്പോ ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഓടിച്ചാടി എടുക്കായിരുന്നു. പിന്നെ നമ്മളുടെ രണ്ടല്ലേ ഉള്ളൂ. അമ്മയുടെ കയ്യിലും ബാഗ് ഉണ്ടായി, എന്റെ കയ്യിലും ബാഗ് ഉണ്ടായി. അപ്പൊ എനിക്ക് ആ ടൈം വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെന്നിറങ്ങിയതും നല്ല മഴയും, റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കും, നല്ല മഴയായിരുന്നു അന്ന്. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ. എനിക്ക് ഇറങ്ങുന്ന സമയത്തും റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായി, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാരും പോയി വ്ളോഗ് കണ്ടിട്ട് വരും. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ഈ വട്ടം പോയത് വന്ദേ ഭാരതിലായിരുന്നു. കുറേ കാലമായി വന്ദേ ഭാരത് എടുക്കണം, ബുക്ക് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. പാക്കിങ് തൊട്ടുള്ള വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായി, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ മഴ ലഗേജൊക്കെ കാരണം റെയിൽവേ സ്റ്റേഷനിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് റിയൽ ടൈമായിട്ട് സൗണ്ട് കൊടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വോയിസ് ഓഫ് കൊടുക്കുന്നത്. നമ്മൾ പോയതൊരു ഈവനിങ് ടൈമായിരുന്നു, അതുകൊണ്ട് കയറിയപ്പോൾ തന്നെ ഡിന്നർ കിട്ടിയിട്ടുണ്ടായി. നമ്മൾ രണ്ടുപേരും ചൂസ് ചെയ്ത് നോൺ വെജ് മീലായിരുന്നു. എന്തൊക്കെയായിരുന്നു മീൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാത്തവരാണെങ്കിൽ ഷോർട്സ് ഒന്ന് കണ്ടുനോക്ക്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ കയറിയപ്പോൾ തന്നെ നന്നായിട്ട് ഉറങ്ങി. എനിക്കും ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായി. അന്നത്തെ ദിവസം ഫുള്ള് എന്തൊക്കെയോ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ ഫുഡും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഡിന്നർ കിട്ടിയപ്പോൾ തന്നെ ഫുള്ള് ഞാൻ കഴിച്ചു. പിന്നെ ഉറക്കം വരുന്നത് തന്നെ ഡാർക്ക് സർക്കിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ടയേർഡാണെന്നുള്ളത്. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം യൂട്യൂബിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്നു. എമ്പുരാൻ ഇറങ്ങിയ ടൈമിലാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. ഇത് കുറേ കാലം മുമ്പുള്ള വ്ളോഗാണ് എനിക്കറിയാം, പക്ഷേ എമ്പുരാൻ ഇറങ്ങിയ ടൈം ആയതുകൊണ്ട് ഭയങ്കര കോൺട്രവേഴ്സീസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എമ്പുരാൻ്റെ കോൺട്രവേഴ്സീസും ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അമ്മേൻ്റെ കയ്യിലെ വാച്ച് ശ്രദ്ധിച്ചത്. ആക്ച്വലി വാച്ച് ഞാൻ ഷോയ്ക്ക് ഇട്ടേക്കായിരുന്നു, അത് ഓടുന്നില്ല. അപ്പം അമ്മ ബാറ്ററി മാറ്റുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായി. അങ്ങനെ എങ്ങനെയൊക്കെയോ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴത്തേക്കും അമ്മയുടെ ചേച്ചി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി. സെലിബ്രിറ്റീസിനെയൊക്കെ ഞാൻ കണ്ടു. അത് വേറൊന്നല്ല കേട്ടോ, അന്ന് ആഴ്ച ഞാൻ കുറേ സെലിബ്രിറ്റീസിനെ കണ്ടായിരുന്നു. ലുലു മാളിൽ വെച്ച് ആക്ട്രസ് മൈഥിലി, പിന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഡയറക്ടർ ഷാജി കൈലാസും പുള്ളിയുടെ വൈഫ് ആനി, അങ്ങനെ കുറേ പേരെ കണ്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ലൈക്ക് നല്ല ബിൽഡിങ്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായി. ലീവായിട്ടാണ് ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങളത് പറയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ ട്രിവാൻഡ്രം യാത്ര? യാത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, പക്ഷെ നമ്മുടെ ഇറക്കം ഇവിടെ വന്നു കിടന്നു, അവിടെ പോയി കിടന്നു, അകത്തൂടെ ആദ്യം ഒന്ന് കയറി ഇറങ്ങി നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല അവിടെ ഒന്നും കയറാനായിട്ടല്ലേ. ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയപ്പോഴാണ് ചെയ്യുന്നത്. ബട്ട് ദ സിറ്റി വാസ് ഫുൾ ലിറ്റ് ത്രൂ ഔട്ട് ദ നൈറ്റ്. അപ്പോൾ എറണാകുളത്തെക്കാട്ടിലും കൂടുതൽ ട്രിവാൻഡ്രത്ത് നൈറ്റ് ലൈഫ് ഉണ്ടെന്നൊക്കെ പറയുന്നത് സത്യമല്ലേ. എനിക്കിങ്ങനെ നൈറ്റ് കാറിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അറ്റ്ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ എടുത്തൊന്നും നടക്കില്ല. അതിൻ്റെ കൂടെ ബ്ലോഗിങ് കൊണ്ട് നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ എടുത്തതാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു സുഖം. പെട്ടിയൊക്കെ തുറന്നു എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ഫുഡ് കഴിക്കണം. ഞാൻ ആക്ച്വലി ലൈക്ക് ട്രെയിനിൽ നിന്ന് കഴിച്ചു, അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് കഴിച്ച് അത്യാവശ്യം നല്ലോണം ഞാൻ കഴിച്ചെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, അവിടെ ട്രെയിനിൽ നിന്ന് കിട്ടിയത് ഞാൻ കഴിച്ചു. അതുകൊണ്ട് അധികം വിശപ്പിട്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് കാണാം. ഹായ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി. ഒന്നാമത് എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റേ മസ്കാര ഇട്ടതെല്ലാം കൂടെ പുറത്തെ കറുത്ത കരി വലിച്ചിട്ട് ക്ഷീണമാണ്. അപ്പോൾ ഉറങ്ങണം നന്നായിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ട്രിവാൻഡ്രത്ത് വരണമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ട് മെയിൻ അജണ്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട. അപ്പോൾ കുറേ ആയി വരണം എന്ന് വിചാരിക്കണം. അപ്പോൾ അമ്മയുടെ ചേച്ചി മണിമയുടെ വീടും അടുത്ത ബ്ലെൻഡായിട്ടാണ് ഞാൻ തലേദിവസത്തെ വീഡിയോ നിർത്തിയെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ തലേദിവസം രാത്രിയാണ് വന്നത്. ഇപ്പോൾ രാത്രി ലേറ്റ് നൈറ്റാണ് നമ്മൾ വന്നത്, കിടന്നുറങ്ങി. എന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഇറങ്ങി. ആദ്യം നമ്മൾ ആക്ച്വലി മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അജണ്ട കുറേ ടെമ്പിൾസ് ആണ് വിസിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ആറ്റുകാലിലോട്ടാണ്. രാവിലെ എനിക്ക് നോക്കുമ്പോഴാണ് എൻ്റെ ഐഫോണിൽ ചാർജും ഇല്ല. ഞാൻ ഐഫോണിൻ്റെ ചാർജർ എടുത്തിട്ടുണ്ടായില്ല. എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം അറിയാമല്ലോ വീഡിയോ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലത് ഐഫോണിനാണ്. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ച കഴിഞ്ഞുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആ ഫോൺ വീഡിയോ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദർ ഇസ് എ ഡിഫറൻസ്. ബട്ട് എന്നാലും ഞാൻ എന്തൊക്കെ ഒരുമാതിരി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലൊന്നും ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അകത്തോ ലൈക്ക് ടെമ്പിളിനകത്തോ ടെമ്പിളിൽ കയറിയിട്ടുള്ള വീഡിയോസോ എൻ്റെ കയ്യിലില്ല. ജസ്റ്റ് കയറുന്നിടം വരെയുള്ള വീഡിയോസേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ പോയത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 111.2 ഫീറ്റ് വലുപ്പമുള്ള ശിവലിംഗമാണ്. ഇതിൽ 8 ഫ്ലോർസ് ഉണ്ട്. അതിൽ 6 ഫ്ലോർസ് നമ്മുടെ 6 ചക്രാസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ഹൈയസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ശിവപാർവതി വിഗ്രഹം കാണാം. ഇറ്റ് ഫീൽ സോ അൺറിയൽ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയാണ്. നിങ്ങൾ ലൈക്ക് ഒരു വട്ടമെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടിക്കറ്റൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. അവർ പരമാവധി വൈകുണ്ഠവും കൈലാസവും ഒക്കെ ആ ഒരു എൻവയൺമെൻറ്റിൽ തന്നെ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ലൈക്ക് ഒരു ദേവലോകം പോലെയൊക്കെ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത്. അങ്ങനെ അവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തി. അതാണ് ആഴിമല ശിവ ടെമ്പിൾ. വിഴിഞ്ഞത്തിനടുത്ത് ബീച്ചിനോട് ചേർന്നാണ് ആക്ച്വലി ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈസ് ദിസ് 58 ഫീറ്റ് ടോൾ ശിവഭഗവാന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള സ്റ്റാച്ചു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ശിവ സ്റ്റാച്ചു ഇതാണ്. അങ്ങനെ ഇന്നത്തേക്കുള്ള തീർത്ഥാടനം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തു. രാവിലെ കുറേ ഓടിയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്കും ഒന്ന് റെഡിയായി വെളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ലുലുമോൾ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ പോണ വഴിക്ക് ഈ വളക്കട അമ്മയുടെ കണ്ണിൽപ്പെട്ടു. കുപ്പിവളയെന്ന് പറയുന്ന സാധനം കണ്ട അമ്മയ്ക്ക് ക്രേസാണ്. അമ്മ വേണമെങ്കിൽ അവിടെ സ്ഥിര താമസമാക്കും. പിന്നെ കുറേ നേരം ഓൾമോസ്റ്റ് ഒരു 1 അവറോളം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കുറേ കുപ്പിവളയൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എങ്ങനെയുണ്ടായിരുന്നു രാവിലെ പോക്ക്? കുഴപ്പമില്ല. പക്ഷേ എന്താ ചോദിച്ചാൽ ചൂടിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് എല്ലാം ഷടപടേന്നായിരുന്നു. വീഡിയോ എടുക്കാനോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം പിന്നെ കടുത്ത തലവേദന സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രോ എടുക്കണം, മറ്റേ കൺക്ലൂഷൻ എടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നടക്കുന്നില്ല. അങ്ങനെ നമ്മൾ ലുലുമാൾ വന്നു. ലുലുമാൾ വന്നാൽ ലുലു സെലിബ്രേറ്റിൽ ആദ്യം കയറണമല്ലോ. എൻ്റെ ഒരു ആചാരം അങ്ങനെയാണ്. ഇവിടെ വന്നപ്പോഴും ഞാനത് തുടർന്നു. എനിക്ക് എപ്പോഴും അത്യാവശ്യം നല്ല സാരി കളക്ഷൻ ഉണ്ടെന്ന് തോന്നാറുള്ളൊരു സ്ഥലമാണ് ലുലു സെലിബ്രേറ്റ്. അതിപ്പോൾ എറണാകുളത്താണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും എവിടെയാണെങ്കിലും നല്ല സാരീസിൻ്റെ കളക്ഷൻ ഉണ്ട് ലുലു സെലിബ്രേറ്റ്. അങ്ങനെ ലുലുമാളിൽ കൂടെ ഓരോ ഫ്ലോറിലും കയറി ഇറങ്ങി നടന്നു. ആക്ച്വലി ഒന്നും വാങ്ങാനൊന്നും ഇല്ല, വെറുതെ ജസ്റ്റ് കാണുക. അതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ മലയാളികൾ മാളിൽ പോകുന്നത് അതിനായിരിക്കുമല്ലോ. എന്താണ് പറയാനുള്ളത്? ഞങ്ങളിവിടെ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൻ്റെ ഒരു വലിയ ശേഖരം കണ്ടു. പക്ഷേ എല്ലാം നോക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കളറൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ചക്കര ഇപ്പോൾ ഒരു ലൈനിങ് ഉള്ള, അതായത് അതിൻ്റെ ബോഡിയിൽ ലൈനിങ് വരുന്ന ഒരു സാധനം എടുത്തിട്ടുണ്ട്.
പിന്നെ എനിക്ക് സെറ്റൊക്കെ കൊടുക്കണമെങ്കിൽ എൻ്റെ വിഡ്ത്തൊക്കെ ലെങ്ത് ഉള്ളതൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാനതിനെ കളഞ്ഞു. ഇപ്പോഴാണ് അമ്മ വ്ളോഗിൽ വരുന്നത്. ഇത്ര നേരമായിട്ട് അമ്മേനെ കാണുന്നില്ല. ഇന്നലെ തൊട്ട് അമ്മ അറിയില്ല. അതെ 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 യാത്രയുടെ ചുരുങ്ങിപ്പോയി. അതാണ് ഈ യാത്ര എത്ര പറ്റിയതല്ല. പോയി എന്തൊക്കെയോ ചെയ്ത് അത്രയില്ല. എൻ്റെ സിസ്റ്റർ ഇപ്പം എന്താ ഒരു ഇങ്ങനെ സെറ്റ് തപ്പി നടക്കുകയാണ്. പക്ഷെങ്കിൽ ചിന്തിക്കുന്ന കളറൊന്നും കിട്ടുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. പരമാവധി അമ്മേനെ വ്ളോഗിൽ കൊണ്ടുവരാനാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം എന്തൊക്കെ സംവിധാനം അല്ലേ. നമ്മളൊക്കെ കുഞ്ഞായിരിക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എറണാകുളത്തു നിന്ന് വണ്ടിയും പിടിച്ച് ഞാൻ ട്രിവാൻഡ്രം വരെ വന്നത് മെയിനായിട്ട് ഇത് കഴിക്കാനാണ്. ഫ്രോസൺ യോഗേർട്ടാണ്. നോക്കിയിരിക്കാം. അതെ 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 നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയിരിക്കുക. കഴിച്ചു പോയെങ്കിൽ കിടന്നു. ഇത് ട്രിവാൻഡ്രം ലുലുവിൽ ഫുഡ് കോർട്ടിൽ മൈ ഫ്രോയോ ലാൻഡ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. നമുക്ക് ഫ്ലേവേഴ്സും ടോപ്പിംഗ്സും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. വെയിറ്റ് വെച്ചിട്ടാണ് അവിടെ വില വരുന്നത്. അങ്ങനെ അവസാനം കുറച്ച് ഹൈപ്പർ മാർക്കറ്റിലും പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി. ആൻഡ് നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ സെക്കൻഡ് ഡേ ഓഫ് ദ വ്ളോഗ്. നമ്മൾ രാവിലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സാരി ഡ്രൈപ്പ് ചെയ്യുന്നതോ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഭഗവാനെ കണ്ടിട്ട് ഇറങ്ങാമല്ലോ, അതാണല്ലോ മെയിൻ. അതുകൊണ്ട് നമ്മൾ വൈകിക്കാതെ തന്നെ അമ്പലത്തിലെത്തി. നമ്മുടെ ഫോണും ബിലോങ്ങിങ്സും ഒക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് കയറിയത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും നന്നായിട്ട് തന്നെ ഭഗവാനെ കണ്ട് ഇറങ്ങാൻ പറ്റി. എന്ത് ഭംഗിയല്ലേ ഇവിടുന്ന് കാണാനായിട്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇത് രാവിലെ നേരത്തെ കയറിയെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായി. അപ്പോഴത്തേക്കും നല്ല വെയിലും ചൂടുമൊക്കെ ഉണ്ടായി. നല്ലപോലെ ഫേസ് ടാനടിച്ചിട്ടൊക്കെ ഉണ്ടായി. ബട്ട് സ്റ്റിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. എന്തൊരു മീനടാ അറിയില്ല. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ മീനിന് ഫുഡ് കൊടുക്കുന്ന കണ്ടായിരുന്നു. ലൈക്ക് എന്തോ ഒരു മീനുകൾ ആ ഫുഡ് ഇങ്ങനെ വീരുമ്പോഴത്തേക്കും പൊരി പോലെ എന്തോ ആണ്. അപ്പം ഞാൻ അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നു കുറച്ച് നേരം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ട്രിവാൻഡ്രം വ്ളോഗ്. മൊത്തത്തിൽ അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. 2 days 3 days നമ്മളവിടെ നിന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഐഫോണിൻ്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആദ്യത്തെ ദിവസമായിരുന്നു അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോയതല്ലേ. ആറ്റുകാലും ഏഴുമല അങ്ങനെ 3-4 ടെമ്പിളിലൊക്കെ പോയി രാവിലെ. അപ്പം എനിക്ക് ഐഫോൺ ഇല്ലാത്തതുകൊണ്ട് ലൈക്ക് ഐഫോണിൻ്റെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫോണിലെ ചാർജും പോയി. എനിക്ക് വീഡിയോസ് അത്ര ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ എടുത്തതാണ് ഇത് വ്ളോഗിൽ ചേർത്തിരിക്കുന്നത്. അതപ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല. വോയിസും ഒന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വോയിസ് ഓവർ പലതും കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പകുതി അമ്മ പിന്നെ ഭയങ്കര ബിസി ആയിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അമ്മ അങ്ങനെ വീഡിയോയ്ക്കൊന്നും വന്നില്ല. അതുകൊണ്ട് പകുതി മുക്കാലും ഞാൻ പറഞ്ഞില്ലേ ആ BP കൂടിയതിന്റെ ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഒരു ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ വലിയ കയറ്റം കയറല്, പിന്നെ സ്റ്റെപ്സ് കയറരുത്, വെയിറ്റ് എടുക്കല് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഒരു രോഗി പോലെ ആക്കിയേ. ഞാനങ്ങനെ സാധാരണ ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി, നമ്മുടേതായ ജോലി. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഞാനങ്ങനെ സർവൻറ്റിനെ ഒന്നും വെച്ചൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ വീട്ടിലെ ജോലിയല്ല, അത് കുക്കിംഗ് ആയാലും ശരി വീട്ടു ജോലിയായാലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിലായാൽ പോലും ഞാൻ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയൊന്നും കഴിക്കത്തില്ല. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പം മൊത്തത്തിൽ ഞാൻ അങ്ങ് അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. അപ്പം മോനെ അത് കുറച്ചൊക്കെ ഒന്ന് ബാധിച്ചിട്ടുണ്ട്. അതാ പറ്റിയത്. ഞാൻ ആദ്യം തൊട്ടേ ലൈക്ക് ഐഫോൺ ചാർജർ എടുക്കാത്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ അത്യാവശ്യം ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം അത്ര ബോർ ക്വാളിറ്റി അല്ലെങ്കിലും നല്ല ഇതിൽ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എൻ്റെ മറ്റേ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളതുകൊണ്ടൊരു ഉപകാരമായത്. ഇങ്ങനെ അവിടെ പോയി തിരക്കായിരുന്നു കുറച്ച്. നമ്മൾ വിചാരിച്ച എന്റെ സിസ്റ്റർക്ക് അവിടെ സ്വന്തമായിട്ട് വീടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചേച്ചിയുടെ കൂടെയായിരുന്നു നിന്നത്. അവിടെ ചെന്നപ്പോഴും ചേച്ചിയാണെങ്കിലും എന്തൊക്കെ സാധനങ്ങൾ ആ 2 days കൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ അതെല്ലാം തന്നു എന്നുള്ളതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നി. ചേച്ചിയും തന്നെയാ അവിടെ. മോൻ ഇവിടെ ഇല്ല, മോൻ വെളിയിലാണ്. ചേട്ടൻ മരിച്ചു പോയിട്ട് 2 വർഷമായി. അപ്പം ഞങ്ങളുടെ പെട്ടെന്നുള്ള ഒരു തിരിച്ചുപോര് ചേച്ചിയും കുറച്ചൊന്ന് ബാധിച്ചു. അപ്പം എനിക്കൊരു വിഷമമായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ കയറുന്നിടം വരെയൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പുള്ളിക്കാരിയെ അറിയിക്കാനൊന്നും പോയില്ല. പക്ഷെ പിന്നെ ഒരു വലിയ വിഷമമായിപ്പോയി. പിന്നെ എനിക്കും BP കൂടി നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു വല്ലാത്ത വിഷമം. പിന്നെ മൊത്തത്തിൽ ഒരു എന്താ പറയേണ്ടത്, ആ യാത്രയുടെ ആ ഒരു എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അതാണ്. ഇത് ആക്ച്വലി കുറേ മുമ്പ് എടുത്താ. ഞങ്ങള് ഏപ്രിൽ ഏകദേശം ഏപ്രിലിലാണ് പോയിട്ട് ഏപ്രിൽ 5 എന്തോ തിരിച്ചു വന്നു. അല്ല മെയ്യിലല്ലേ പോയത്? അല്ലല്ല ഏപ്രില് മെയ് നമ്മളെങ്ങും പോയില്ലല്ലോ. മെയ്യില് പോയില്ല. ഏപ്രിൽ 2 പോയി. എന്നിട്ട് ഏപ്രിൽ 5 ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ 2, 3, 4 അങ്ങനെ 3, 5, 4 ദിവസം ഉണ്ടായിട്ടുള്ളൂ.
കാര്യങ്ങൾ. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് എടുക്കാൻ ഇത് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അവിടെ പോയപ്പോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഓർമ്മകളെയൊക്കെ ഉണർത്തിക്കൊണ്ടുവരുന്ന കുപ്പിവളയുടെ ഒരു വലിയ സ്ട്രീറ്റിലെ ഒരു ബിസിനസ് കണ്ടു. അവിടുന്ന് ഏതൊക്കെ കളർ വാങ്ങാൻ പറ്റുമോ അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതിനി അടുത്ത ദിവസം കാണിച്ചു തരാവേ. നേരത്തെ വ്ലോഗിലും കുറച്ചേ ഉള്ളൂ. എല്ലാവർക്കും അതെ 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 അതെ. കുട്ടികളെ ഭ്രാന്തുണ്ട്. അപ്പൊ എവിടെ കണ്ടാലും അവസാനം അമ്മയുടെ സിസ്റ്റർ ഞങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി വാ അവിടുന്ന്. അതെ അതെ ചേച്ചിക്ക് അങ്ങനെ ഞങ്ങളോട് പറയേണ്ടി വന്നു. 2 days നമ്മള് 2 ദിവസം വെളിയിലിറങ്ങി 2 ദിവസം നമ്മൾ അവിടെ പോയി ഇരുന്നല്ല അതിനകത്ത് പോയി കുറെ നേരം. ഏതൊക്കെ കളർ അല്ല ഒത്തിരി കളറുണ്ട് കേട്ടോ. നമുക്ക് സാധാരണ എല്ലാ കളേഴ്സും അവിടെ ഉണ്ടെന്നുള്ള സൈസും ഉണ്ട്. സാധാരണ ഞങ്ങള് വാങ്ങുന്ന ഉർവശിയില് അത്ര വലിയ സൈസ് കിട്ടാറില്ല. മോന്റെ സൈസിലെല്ലാം കിട്ടും, പക്ഷെ എന്റെ ഒന്നും സൈസിൽ അങ്ങനെ കിട്ടാറില്ല. പക്ഷെ ഇവിടെ അതല്ല, നമ്മുടെ സൈസും കഴിഞ്ഞിട്ടുള്ള വലിയ സൈസ് പോലും അവരുടെ കയ്യിലുണ്ടെന്നുള്ള. എല്ലായിടത്ത് കുറെ സ്ഥലത്ത് കുപ്പിവെള്ളം ഇടുന്നുണ്ട്. ഞങ്ങള് പൂജപ്പുര ആ സ്ഥലമായിരുന്നു. അതല്ലാതെ ഞാൻ കുറെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായി ഗുരുവായൂര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പിൽ കടയുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം കണ്ട ഗുരുവായൂർ അമ്പലത്തിൽ, തിരുവനന്തപുരം അല്ല, ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ ഏതോ ഒരു ഫാൻസി ഷോപ്പാണ്. അത് ഭയങ്കര വലിയ ഫാൻസി ഷോപ്പ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എനിക്കറിയാം. ബട്ട് എന്നാലും അത്യാവശ്യം എന്താണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡേ അത്യാവശ്യം ഒന്നും എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ ആണ് നമ്മള് അമ്പലങ്ങളിൽ പോയതും ട്രിവാൻഡ്രത്തെ ലുലുമാളിൽ പോയതും ഒക്കെ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പോയി. അവിടെ ലൈക്ക് നല്ല ക്യൂ ആണ്, അറിയാലോ. നമുക്ക് ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ചിട്ട് കയറണം. നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോ 10 മണി 11 മണിയായി. അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ അടുത്ത ഗണപതി ക്ഷേത്രത്തിൽ കയറി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടൈമായി ഉച്ചയ്ക്ക്. പിന്നെ നമ്മൾ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ അന്നത്തെ ദിവസം എവിടെയും പോയില്ല. മൊത്തത്തിൽ ക്ഷീണമായിപ്പോയി. എനിക്ക് അമ്മയ്ക്ക് അധികം ട്രാവൽ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം കഴിയപ്പം തന്നെ നല്ലതായിട്ട് ക്ഷീണം വന്നു തുടങ്ങും. നമുക്ക് കുറച്ചു നേരത്തിൽ കൂടുതൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ഡേയിൽ അധികം ഒന്നും ഞാൻ എടുത്തിട്ടും ഇല്ല. സെക്കൻഡ് ഡേയിൽ ഇച്ചിരിയൊക്കെ ഉള്ളൂ. അധികം ആഡ് ചെയ്തിട്ട്. അപ്പൊ മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ 3 days ഒക്കെ പോയെങ്കിലും. അത് പറഞ്ഞപ്പോ ഒരു കാര്യമാണ്, എല്ലാരും എന്നോട് ചോദിക്കുക കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യാത്രയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ സത്യമായിട്ടും പോയിട്ടില്ല കേട്ടോ. എന്റെ മോൻ ഇനിയും ഈ പറഞ്ഞ പോലെയൊക്കെ അവൾ എന്നെ കൊണ്ടുപോകണം എല്ലാ സ്ഥലത്തും. അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. നടക്കാത്ത എന്റെ ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും എല്ലാവരും കാണണം. അതുപോലെ ഞങ്ങൾ ചെയ്യുമ്പോ ഫസ്റ്റ് ചെയ്യുന്നാലേ ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. നിങ്ങളൊക്കെ അതൊക്കെ അങ്ങ് പുറത്ത് തന്നേക്കണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ.